കേരളത്തിൽ ആദ്യമായി RSS ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നത് 1968-ലാണ്. മാവൂർ ഗോളിയോർ യൂണിവേഴ്സിറ്റിയിലെ തൊഴിലാളിയായിരുന്ന CPIM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം സുലൈമാനെ. അവിടം മുതൽ ഇങ്ങോട്ട് നൂറുകണക്കായ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു RSS. ത്യാഗനിർഭരമായ വീരസാഹസികമായ പ്രതിരോധവും നടന്നു. ആ ഏറ്റുമുട്ടി പിടിച്ചു കെട്ടിയതാണ് കേരളത്തിൽ RSS-നെ വർഗീയ ശക്തികളെ. അത് ഇടതുപക്ഷത്തിൻ്റെ ജീവത്യാഗമാണ് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യവും വർഗീയവാദികൾക്ക് അങ്ങനെ ഞെളിഞ്ഞു നടക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാക്കിയത്. പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപിൽ ഈ മഹത്തായ നാടിൻ്റെ ചരിത്രവും കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, അനുഭവങ്ങൾ, നമ്മൾ പിന്നിട്ട വഴികളൊക്കെ ബോധപൂർവം മൂടിവെച്ച് യാഥാർത്ഥ്യവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഒരു പ്രതീതിയുടെ ലോകം സൃഷ്ടിക്കുകയാണ്. വ്യാജ പ്രചാരവേല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള, ഇപ്പോൾ കനകോലുവിനെ പോലെയുള്ള തെരഞ്ഞെടുപ്പ് മാനേജർമാരെ ഉപയോഗിച്ച് കോടികൾ ചെലവഴിച്ച് മാധ്യമങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തെലങ്കാന സർക്കാർ മുതലുള്ള കോൺഗ്രസ് സർക്കാരുകളുടെ ഖജനാവിലെ പണം കൊടുത്ത് പരസ്യരൂപത്തിൽ സ്വാധീനിച്ച്, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വെള്ളപ്പൊക്കമെന്നോ ഒരു പ്രളയം എന്നൊക്കെ പറയാൻ കഴിയുന്ന നുണയുടെയും തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങളുടെയും ഒക്കെ ഒരു വലിയ പ്രളയം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലാണ് അവരുടെ. അതെ 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 അതിനാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും എല്ലാം വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. UDF-നോട് നമുക്കൊരു കാര്യമേ അഭ്യർത്ഥിക്കാനുള്ളൂ. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും കേരളത്തിലെ ന്യൂനപക്ഷത്തെ RSS-ൻ്റെ അറവുശാലയിലേക്ക് നയിക്കാൻ പാടില്ല. അതിന് ഈ നാടൊരിക്കലും മാപ്പ് തരികയുമില്ല. സത്യം ആവർത്തിച്ച് കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറയുക എന്നത് മാത്രമേ ഈ നുണയുടെ പ്രചാരവേലയെ മറികടക്കാൻ ഒരു വഴിയുള്ളൂ. എല്ലാ സംവിധാനങ്ങളെയും അളവറ്റ സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ജനവിധിയെ അട്ടിമറിക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. അതിനെ സത്യം കൊണ്ട് പ്രതിരോധിക്കുക എന്നല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ വേറെ മറ്റു വഴികളൊന്നുമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ബോധ്യമുള്ള മനുഷ്യരെ അണിനിരത്തി ഈ നുണപ്രചാരവേലയെ സത്യം കൊണ്ട് പ്രതിരോധിക്കുക, ജനങ്ങളെ ശരിയായ വസ്തുതകളിലേക്ക് നയിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ.